ഞാൻ ഡിപ്പെൻസ് ഓൺ ദ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ദ പേപ്പർ. ഇപ്പോൾ ഈ 4th അറ്റംപ്റ്റിൽ കൊടുത്ത പേപ്പർ റിലേറ്റീവ്ലി ഈസി ആയിരുന്നു. അപ്പോൾ പേപ്പർ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുന്നു. അപ്പം ഐ മെയ്ഡ് ഇറ്റ് 100 അറ്റംപ്റ്റ്. പക്ഷേ തേർഡ്, അതായത് 2023 എഴുതിയ പ്രിലിംസ് പേപ്പർ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ അവിടെ ചുമ്മാ കറക്കി കുത്തിയിട്ട് കാര്യമില്ല മനസ്സിലായിട്ട് ഞാൻ 90s അറ്റംപ്റ്റ് ചുരുക്കി. അപ്പം ആ പേപ്പറിൻ്റെ ഒരു നേച്ചർ വെച്ചിട്ടാണ് ഞാൻ അറ്റംപ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യുക. നമുക്കൊരു ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് അറിയാവുന്ന എല്ലാം എഴുതി വെക്കാതെ അവരെന്താണ് ചോദിച്ചിട്ടുള്ളതെന്നുള്ളത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യണം. ആൻഡ് എല്ലാവർക്കും മനസ്സിലാവുന്ന പോയിൻറ്റ്സ്, ഏതൊരു ജനറലിസ്റ്റിനും വായിച്ചാൽ മനസ്സിലാവുന്ന പോയിൻറ്റ്സ് വുഡ് ബി ദ ഫസ്റ്റ് 2-3 പോയിൻറ്റ്സ്. പിന്നെ യു ക്യാൻ ഗോ ടു ദ കോംപ്ലക്സിറ്റീസ്. ആൻഡ് മൂന്നാമത് വൊക്കാബുലറി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കീവേഡ്സും ടേംസും പെട്ടെന്ന് അറ്റൻഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് വൊക്കാബുലറി ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. Lead IAS, #1 IAS Academy in Kerala.